ഇന്നത്തെ വീഡിയോ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇന്ന് വന്ന സിലബസിനെ പറ്റിയാണ്. ഇന്ന് വന്ന സിലബസ് എന്ന് ഊന്നി പറയാൻ കാരണം ഈ സിലബസിൽ ചില മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. പരീക്ഷ എഴുതുന്നവർ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സിലബസിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ചില എടുത്തുമാറ്റലുകളുണ്ട് എന്നല്ലാതെ കൂട്ടിച്ചേർക്കലുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് പരീക്ഷയിൽ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കഴിഞ്ഞ സിലബസ് പ്രകാരമുള്ള ജനറൽ പാർട്ട് പൂർണ്ണമായും മാറി, അതുപോലെ തന്നെ വെറ്റിനറിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാറി, അതുപോലെ നിയമവുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മാറി. അപ്പോൾ ഇത് മാറ്റം നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചർച്ചകൾ പിന്നെ നടത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പുതിയ സിലബസ് എന്താണ് എന്ന് നോക്കാം. വളരെ നന്നായി പഠിച്ചെടുക്കുവാനുള്ള സമയം അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് PSC ഇപ്പോൾ സിലബസ് തന്നിരിക്കുന്നത്. ജനുവരി 18 നടക്കുന്ന പരീക്ഷയ്ക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. വ്യക്തമായ പദ്ധതിയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഈ സിലബസ് മുഴുവനായി കവർ ചെയ്യുവാനും ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയെടുത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നല്ലൊരു ജോലി നേടിയെടുക്കാനും ഇപ്പോഴും അവസരമുണ്ട്, നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞ ആളാണെങ്കിൽ. നമുക്ക് ഇന്നത്തെ സിലബസിലേക്ക് നോക്കാം. ഇന്ന് വന്ന സിലബസാണ്. കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും, അല്ലെങ്കിൽ സൈറ്റിൽ പോയാൽ പറ്റും. നമുക്കതിലൂടെ ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് പോകാം. എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് കാറ്റഗറി നമ്പർ 006/2024 എന്ന രീതിയിൽ വന്നിട്ടുള്ള നമ്മളുടെ ഡീറ്റെയിൽ സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്വപ്നതുല്യമായ അവസരങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും റിസ്ക് എടുക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിമാൻഡ് ഉണ്ടാകണമെന്നില്ല. നേരത്തെ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അഡീഷണലായി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ടതില്ല. അത് തീർച്ചയായും പിന്നീട് എപ്പോഴെങ്കിലും ഉപകരിക്കുമെന്നുള്ള രീതിയിൽ ഇനിയുള്ള കാലം ഈ സിലബസിലേക്ക് ഒതുങ്ങി പഠിക്കുവാൻ ശ്രമിക്കുക. ടോട്ടൽ 100 മാർക്കിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് സിലബസ് വെച്ച് ഒന്ന് നോക്കാവുന്നതാണ്. ഫുഡ് ടെക്നോളജി, ഇത് നേരത്തെ സിലബസിലും ഉണ്ടായിരുന്നതാണ്. ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല. ഒഴിവാക്കാൻ പറ്റുന്നത് അല്ലാത്തത് എന്ന് കരുതിയ ചിലതൊക്കെ PSC ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സിലബസ് ഭാഗം ഇത്തവണ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരങ്ങൾ എന്തായാലും ഈ ജോലി ചെയ്യുവാനുള്ള പ്രാപ്തി അളക്കുന്നത് കൂടിയാണ് ഈ പരീക്ഷയെങ്കിൽ തീർച്ചയായും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടിയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു എന്നുള്ളത് തീർച്ചയായും അവിടെ അവശേഷിക്കുന്ന നമ്മുടെ മനസ്സിലുള്ളൊരു സംശയമാണ്. PSC സിലബസ് തീരുമാനിച്ചു കഴിഞ്ഞു. PSCക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അനുഭവിക്കാനുള്ള സിലബസ് ഇതാണ്, നമ്മൾക്ക് അനുവദിക്കപ്പെട്ട സിലബസ് ഇതാണ്. ഈ സിലബസിനെ വ്യക്തമായ രീതിയിൽ പഠിച്ചെടുത്ത് PSC നടത്താൻ പോകുന്ന പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഫുഡ് ടെക്നോളജിക്ക് 20 മാർക്ക് ആണുള്ളത്. മാർക്കിലുള്ള വ്യത്യാസം 5 ഭാഗങ്ങളായി തിരിക്കാനും 20 മാർക്ക് വീതം 5 ഭാഗങ്ങൾക്ക് നൽകി ആകെ 100ലേക്ക് എത്തുവാനുമുള്ള സാധാരണ ഗണിതം മാത്രമാണ് ഇവിടെ PSC അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ടെക്നോളജിക്ക് 20 മാർക്ക്. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ജോലി ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇത് തീർച്ചയായും ആവശ്യമായൊരു കാര്യം തന്നെയാണെന്ന് പറയാം. നേരത്തെയും വെയിറ്റേജ് ഉണ്ടായിരുന്നൊരു ഭാഗമാണ്. 15 മാർക്ക് എന്നുള്ളത് ഇപ്പോൾ 20 മാർക്കായി മാറുന്നു എന്നേ ഉള്ളൂ. Principles and methods of food preservation, heat processing, pasteurization, canning, dehydration, freezing, freeze drying, fermentation, microwave irradiation and chemical preservatives, aseptic preservation, hurdle technology, hydrostatic pressure technology, microwave processing, microfiltration, bacteriophagation എന്ന് പറഞ്ഞ് ഈ ഭാഗങ്ങൾ മുഴുവൻ ഇതുപോലെ തന്നെ പഴയ സിലബസിലുണ്ടായിരുന്നു. അതായത് ഇതിലേക്ക് ഒരുപാട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ചോദ്യങ്ങൾ വരാനുള്ള സംഗതികളുണ്ട്. നേരത്തെ ചോദിക്കാവുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ PSCക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സെറ്റേഴ്സിനും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഓരോന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇപ്പോൾ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ്സ്, പൾസ് ഇലക്ട്രിക് ഫീൽഡ്സ്, ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ തന്നെ 1-2 ചോദ്യം ചോദിക്കാമല്ലോ. അതുപോലെ ഇതിൽ നിന്നൊക്കെ നേരത്തെ ആകെ ചോദിക്കാവുന്ന എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധനവ് കൂടുതൽ ഏരിയയിൽ നിന്ന് സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വളരെ ഡീപ്പായി പോയി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത സിലബസിൽ മാർക്ക് കൂടുന്നത് കൊണ്ടുണ്ടാകുന്നില്ല. മാർക്ക് കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് കൂടുതൽ ഏരിയകൾ ചോദ്യങ്ങളിലൂടെ കവർ ചെയ്യാൻ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളതാണ്. ആ കാര്യം അറിഞ്ഞുകൊണ്ട് വേണം പഠിക്കുക. ഇതിലുള്ള ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും തീർച്ചയായും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ മൊത്തം സിലബസ് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നേരത്തെയുള്ള സിലബസ് വ്യത്യാസമൊന്നും കാണുന്നില്ല. നോക്കിയാൽ മതി. ആൻറ്റി ബാക്ടീരിയോസിൻസ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, ഫുഡ് അഡിറ്റീവ്സ്, ക്ലാസിഫിക്കേഷൻ, കോമ്പോസിഷൻ, മാനുഫാക്ചർ, പാക്കേജിംഗ്, സ്റ്റോറേജ്, ഡിഫക്ട്സ് ഓഫ് ടൊമാറ്റോ പ്രോഡക്ട്സ് ആൻഡ് അതർ കൺവീനിയൻസ് ഫുഡ്സ് ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരത്തെയുള്ള അതേ സംഗതികൾ ഇങ്ങനെ വിശദീകരിച്ച് പോവുകയാണ്. ന്യൂട്രീഷൻ ലാബലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. HACCP ആൻഡ് കോഡെക്സ്
ആലിമെൻ്ററിയസ് കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് ഡയറി ടെക്നോളജിയാണ്. ഡയറി ടെക്നോളജിക്ക് ഇവിടെ 20 മാർക്കാണുള്ളത്. ഡയറി ടെക്നോളജിയുടെ 20 മാർക്ക് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാ സിലബസിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കേണ്ടതില്ല, എന്നാൽ പോലും നിങ്ങൾ ഓർത്തിരിക്കുക. കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, physico-chemical properties of milk and milk hygiene, milk microbiology, market milk, collection of milk, cooling and transportation, filtration, clarification, standardization, homogenization, pasteurization, UST, sterilization, packaging, tests for milk quality and detection of adulterants, dairy, plant and equipment hygiene and sanitization, definition, classification, composition, outline of manufacture, packaging, storage and defects of the following milk products: cream, malai, dahi, curd, yogurt, chana, paneer, cheese, ice cream, frozen desserts, evaporated milk, condensed milk, milk powder, butter, ghee, chakka and shrikand, indigenous milk products, food for infant nutrition, whey products, edible casein product. ഇത്രയും ഭാഗങ്ങൾ ചേർന്നിരിക്കുന്ന സിലബസാണ് നമുക്ക് ഡയറി ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇതെല്ലാം നേരത്തെയുള്ള സിലബസിലുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഇവിടെ ഞാൻ പറയുകയാണ്. ഇതിലൊക്കെ തന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള സിലബസിൽ ചോദ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് ചോദ്യകർത്താവിന്. ആ കാര്യം അറിഞ്ഞുകൊണ്ട് സിലബസ് ശരിക്കും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു തരത്തിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് എന്താണിതെന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ഭാഗം ഇമ്പോർട്ടൻസ് കൂടിയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് വെറ്ററിനറി സയൻസസ് എന്ന് പറയുന്നത്. വെറ്റിനറി സയൻസസിനും 20 മാർക്കുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, ഇതിപ്പോൾ മൂന്നാമത്തെ ഭാഗമാണ്. ഓരോ ഭാഗവും 20 മാർക്കാണ് എന്നുള്ള ഓർക്കുക. വെറ്റിനറി സയൻസസിൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് അബറ്റേഴ്സ്, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മീറ്റ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് പൗൾട്രി, ante-mortem and post-mortem examination, scientific slaughtering and dressing of carcasses, evaluation, grading and fabrication of dressed carcasses including poultry, fraudulent substitution of meat, preservation of meat and aquatic products, aging of meat, packaging of meat and meat products, physico-chemical and microbiological quality of meat and aquatic food and food products, organic meat, food products of genetically modified animals and marine origin, meat as a source of disease transmission, physical, chemical, nutritional and functional characteristics of egg, processing of egg and egg products, preservation and storage of egg. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള സിലബസിൻ്റെ വോള്യം വെച്ച് നോക്കുമ്പോൾ കൺസൈസ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ് വെറ്ററിനറി സയൻസ്. അപ്പോൾ ഇതിലെ എല്ലാ ഏരിയയിലും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഒരുപാട് ഏരിയയിലേക്ക് വ്യാപിക്കുന്നത് പോലെ തന്നെ താഴോട്ട് പോകാനും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് തീർച്ചയായിട്ടും വെറ്ററിനറി സയൻസ് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മീറ്റുമായിട്ട് ബന്ധപ്പെട്ടതും എഗ്ഗുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രിസർവേഷൻ, അതിൽ നടക്കുന്ന പല അഡൾട്രേഷൻ, അതിലുപയോഗിക്കുന്ന അഡൾട്രൻസ്, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇതും മറ്റുള്ള ഭാഗങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലെങ്കിലും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇതിലുപയോഗിക്കുന്ന അഡൾട്രൻസിൻ്റെ അതിൻ്റെ മറ്റ് രീതിയിലുള്ള അനാലിസിസുകളെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. നമുക്ക് PSC ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്ത നാലാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്. 20 മാർക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സിലബസിലും ഉണ്ടായിരുന്ന ഏരിയകൾ തന്നെയാണ്. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, fiber, vitamins and minerals, characteristics, sources, physiological and biochemical functions, daily requirement, digestion and absorption, biological value of proteins, protein efficiency ratio, digestibility coefficient, net protein utilization, net protein ratio, NPR, chemical score, free radicals and antioxidants, energy value of foods, respiratory quotient, RQ, determination of basal metabolic rate, the determination of energy metabolism during work, energy expenditure for various types of activities, recommended daily allowance RDA, specific dynamic action STA of foods, balanced diet formulation, analytical techniques used in detection of adulteration of food, principle, procedure and detectors of chromatographic techniques, column, paper,
TLC, HPLC and GC, spectroscopic techniques, IR, UV, MS and AAS, food analysis, moisture content, ash, fat, carbohydrate, crude fiber, crude protein, sodium, potassium, calcium and phosphates, food adulteration, common adulteration, contamination and pesticide analysis, oils and fats, iodine value and saponification value. ഇത്രയും ഭാഗങ്ങൾ ആണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 4 മോഡ്യൂളിൽ 20 മാർക്ക്, ഇത് 80 മാർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 20 മാർക്ക് ഫൈനൽ മോഡ്യൂളാണ്, 5ാമത്തെ മോഡ്യൂളാണ്. മൈക്രോ ബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് 20 മാർക്കിനുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതിൽ നിന്നും സിലബസ് വലുതാണ്. ആ സിലബസിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. നിങ്ങൾ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ വിപുലമായ ഒരു സിലബസ് നിന്ന് മാർക്ക് കുറവാണെങ്കിൽ ചോദ്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടുതൽ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ, കമ്പൈൻഡ് ഓപ്ഷൻസ് വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കൂടുതൽ ചേരുംപടി ചേർക്കുന്നത് പോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കൂടുതൽ ഏരിയ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് സാധാരണഗതി ചെയ്യുക. പക്ഷേ ഇവിടെ അല്ലാതെ തന്നെ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കൂടുതൽ ചോദിക്കാനുള്ള അവസരങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് ഒന്ന് പോകാം. മൈക്രോ ബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് ആണ്. അതിൽ മൈക്രോസ്കോപ്പി, സ്റ്റെയിനിങ് ആൻഡ് കൾച്ചർ ടെക്നിക്സ്, സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, കൾച്ചർ മീഡിയ, ഫാക്ടർ ഇൻഫ്ലുവൻസ് ഇൻ മൈക്രോബിയൽ ഗ്രോത്ത് കർവ്, തെർമൽ death time and thermal death points, D value, Z value, sources of microorganisms in food, perishable, semi-perishable and non-perishable foods, intrinsic and extrinsic parameters influencing microbial content of food, food spoilage types, causes and indications, control of spoilage, pre-harvesting and post-harvesting food processing, then foodborne diseases, definition, classification, foodborne intoxications and foodborne infections, neurolathism, then aflatoxins, ergotism, epidemic dropsy, typhoid fever, salmonellosis, staphylococcal intoxication, botulism, bacillus cereus food poisoning, Escherichia coli diarrhea, then cholera, shigellosis, brucellosis, food poisoning, types of food poisoning, methods of investigation of food poisoning, prevention and control, food sanitation, refrigeration, surveillance, food handlers, medical examination of food handlers, infection transmitted by food handlers, education of food handlers, adulteration of food, health hazards, sanitization of eating places, minimum standard, storage of uncooked foodstuffs, waste disposal, water supply and washing facilities, fermented food types, production, organisms involved, advantages and disadvantages, spoilage of fermented foods, microbiological analysis of food and water, qualitative and quantitative indicator organisms, coliforms, detection of pathogens, molecular techniques for detection of microbes, microbiological standards of food and water, water purification for domestic and municipal purposes, sewage treatment, application of enzymes in food industry, production of food flavor and color, enzyme immobilization and applications, use of amylase, invertase, protease, pectinase and cellulase in food industries, bioreactors, single cell proteins, molecular detection of food contamination, genetically modified food and their labeling. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്ന ഒരു വിപുലമായ സിലബസ്. ഇതൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എത്ര ഭാഗങ്ങളുണ്ട് നോക്കിയാൽ മതി. വോളിയം വെച്ച് തന്നെ നോക്കുമ്പോൾ വലിയൊരു ഭാഗമായിട്ട് മൈക്രോ ബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള സിലബസ്, നേരത്തെയുള്ള സിലബസ് ഒന്നും മാറുകയല്ല, ആ സിലബസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നത് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ PSCയുടെ ഒരു കാവിയേറ്റ്, PSC എടുക്കുന്നൊരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ ആദ്യമേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നോട്ട്? ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് apart from the topics detailed above, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. അതായത് ഈ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതിനുമായി ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റ് ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം. അതാണ് ഒരു കാവിയറ്റ്. രണ്ടാമത്തെ എന്താണ്? ദർ ഈസ് നോ അണ്ടർടേക്കിംഗ്, അതായത് ഒരു ഗ്യാരണ്ടിയുമില്ല ദാറ്റ് ഓൾ ദ ടോപ്പിക്സ് എബവ് മേ ബി കവേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ
ഇത് PSC പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ PSCക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഒതുങ്ങി തന്നെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നില്ല, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി PSC നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ മൊത്തം സിലബസ് നമ്മൾ കണ്ടു തീർക്കുമ്പോൾ PSC ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ ക്വസ്റ്റ്യൻ സെറ്റേഴ്സിനെയും മറ്റും കൂടുതൽ സൗകര്യപ്പെടുത്തുന്ന രീതിയിൽ 5 കാറ്റഗറികളിലുള്ള 5 മോഡ്യൂൾസായി 20 മാർക്ക് വീതമുള്ള എളുപ്പത്തിൽ കണക്ക് കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാക്കി ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. ജനറൽ പാർട്ടുകൾ പൂർണ്ണമായും എടുത്തു മാറ്റി, അതുപോലെ തന്നെ സിലബസിൽ നേരത്തെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ പാർട്ട് ഇവിടുന്ന് അത് ഒഴിവാക്കി അഗ്രികൾച്ചർ പാർട്ട് ഒഴിവാക്കി. അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഫുഡ് സേഫ്റ്റി ലോസ് മൊത്തത്തിൽ മാറ്റി. അപ്പോൾ ഈ സിലബസ് ഇങ്ങനെ മാറ്റം വരുത്തുന്നതിൽ തെറ്റുകളൊന്നുമില്ല, അതിനുള്ള എല്ലാ അധികാരവും PSCക്കുണ്ട്. എന്നാലും ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഉപകാരമുണ്ടാകുമായിരുന്ന ചില ഭാഗങ്ങളാണ് തീർച്ചയായിട്ടും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമായിരുന്നിരിക്കാം. അതുപോലെ അത് ഒഴിവാക്കിയാലും ഫുഡ് സേഫ്റ്റി ലോസ് തീർച്ചയായിട്ടും ഇവർക്ക് ജീവിതത്തിൽ അവരുടെ കരിയറിൽ ആവശ്യമായിട്ടുള്ളതാണ്. എന്നാലും PSC അത് ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയും മറ്റ് ജനറൽ പാർട്ടുകളും എല്ലാം ഒഴിവാക്കി കൂടുതൽ ഫുഡ് സേഫ്റ്റിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ തന്നെ, ഈ ഭാഗങ്ങളൊക്കെ തന്നെ. ഈ ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട നോളേജുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സിലബസിനൊന്ന് മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ PSC ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങിയവരും തുടങ്ങാനിരിക്കുന്നവരുമായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സിലബസ് ആദ്യമുള്ള സിലബസിനേക്കാളും നേരത്തെ ഉണ്ടായിരുന്ന സിലബസിനേക്കാളും നല്ലതും മാനേജബിളുമാണ് നിങ്ങളുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ. അതായത് പഠിതാവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രഡിക്റ്റബിളായ ഒരു പരീക്ഷയായി ഈ പരീക്ഷ മാറുന്ന ഒരു സിലബസാണ് ഇതുള്ളത്. ജനറൽ പാർട്ട് പൂർണ്ണമായി എടുത്തു മാറ്റുമ്പോൾ ജനറലായിട്ടുള്ള അവയർനെസ് ഇല്ലെങ്കിലും പ്രൊഫഷണൽ നോളേജ് കൂടുതലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമായിട്ട് കാണണം. ഇനി നേരത്തെ കുറേ ജനറൽ ഭാഗങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിലും അതിൽ ദുഃഖിക്കാനൊന്നുമില്ല. PSCയുടെ ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്കത് ഉപകരിക്കും. മാത്രമല്ല ഇതിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ കൂടുതൽ വ്യക്തമായ രീതിയിലുള്ള ഉത്തരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായും അഡൾട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ നിയമസാധ്യതകൾ കൂടിയൊക്കെയുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ വ്യക്തമായി കറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിലബസിനെ നല്ലതായി കണ്ടുകൊണ്ട് ആ സിലബസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ അനുവർത്തിക്കണം. എല്ലാവരും ഈ സിലബസ് 1-2 തവണ വായിച്ച് നോക്കുക. നേരത്തെ പഠിച്ചു തുടങ്ങിയവർക്ക് മനസ്സിലാവും, നേരത്തെയുള്ള സിലബസിൽ നിന്ന് ഈ ടെക്നോളജിയുടെ ഫുഡ് ടെക്നോളജിയുടെയോ അങ്ങനെ ഫുഡ് സയൻസിൻ്റെയോ ഒരു ഭാഗത്തിൻ്റെ സിലബസ് മൊത്തത്തിൽ മാറിയതല്ല, ചില ഭാഗങ്ങൾ ഒഴിവാക്കി ഒരു റീഅറേഞ്ച്മെൻറ്റിലേക്ക് PSC പോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നും ഭയപ്പെടാനില്ല. കൂടുതൽ ആശ്വാസത്തോടു കൂടി ഒരുപാട് മേഖലകൾ മാറ്റിവെച്ച് 5 മേഖലകളിലേക്ക് നമ്മളുടെ പ്രിപ്പറേഷൻ ഒതുക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ സിലബസ് നൽകുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും അവകാശമില്ല. ഇന്ന് തന്നെ ഈ സിലബസ് നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. എന്നിട്ട് അതിൽ ഓരോ ഭാഗങ്ങളും നിങ്ങളിങ്ങനെ ഫാമിലിയറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചു തീർക്കാൻ മാത്രമുള്ള ദിവസങ്ങൾ ഇന്ന് തുടങ്ങുന്ന ആൾക്ക്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങിയാൽ പോലും 2-3 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ പോലും ഒരു പ്രത്യേക കാലഘട്ടം കൊണ്ട് തന്നെ, ഒരു പ്രത്യേക പീരീഡ് കൊണ്ട് തന്നെ മൊത്തം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സിലബസായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ഗുഡ്. എല്ലാ മാറ്റങ്ങളും നല്ലതിന് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മാറ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ഏത് PSC പരീക്ഷയും വിജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത്. അതിന് നിങ്ങളെല്ലാവരും തയ്യാറാവുക. ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരിൽ ഒരുപാട് ഡോക്ടേഴ്സും അങ്ങനെയുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കുറച്ചുകൂടി സമയം അലോട്ട് ചെയ്യുന്ന ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കി പഠനം ഇന്ന് തന്നെ ആരംഭിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഒട്ടും വൈകിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് ഈ പരീക്ഷയിലെ ടോപ്പ് റാങ്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇനി ഒട്ടും വൈകരുത്.